ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സാം വലൈക്കും. ആർ ജെ ഷിഫിനും ആർ ജെ രതീഷുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദ് ആശംസകൾ. അങ്ങനെ വലിയ പെരുന്നാൾ വലിയ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ നമ്മൾ അത് വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കുന്ന ഗംഭീരമായിട്ടുള്ള പാട്ടുകളുമായിട്ട് തന്നെയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ദോഹ സ്റ്റേജ് ആൻഡ് മൂൺ ഇവന്റ്സിലൂടെ ചേർന്ന് കൊടുക്കുന്ന നമ്മുടെ ഇഷൽ മുഹല്ലത്ത് അങ്ങനെ അരങ്ങേറാനായിട്ട് പോവുകയാണ്. ആ ആഘോഷത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഈ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് റേഡിയോ മലയാളം 98.6 ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാട്ടുകാരും ഡാൻസേഴ്സും ഒക്കെ ഖത്തറിലേക്ക് വരികയാണ്. ഈ ഒരു പെരുന്നാൾ ഗംഭീരമാക്കാനായിട്ട് മുൻചു കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഒരു പ്രിയപ്പെട്ടവരൊക്കെ ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. കുറച്ചു മുമ്പ് ഞങ്ങളൊക്കെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞു, ഒരു സസ്പെൻസ് ഇട്ട് പറഞ്ഞതായിരുന്നു ആരൊക്കെയാണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സസ്പെൻസ് നമുക്ക് റിവീൽ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഷിഫിൻ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. ഞാൻ ഫുൾ പക്ഷേ ഇത് എല്ലാവർക്കും അറിയായിരുന്നു ആരൊക്കെയാന്നുള്ള കാര്യം. ഞാൻ മാത്രം പറഞ്ഞില്ല. അത് ഷിഫിൻ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രൗഡായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ഗാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളായിക്കോട്ടെ, നിരവധി പാട്ടുകൾ നമുക്ക് പൂമാനമേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഗായകൻ ഓടിയെത്തുന്നുണ്ടായിരിക്കും. ഒരു കുഞ്ഞു കാര്യം, അത് രതീഷ് ഒരു അഡ്വാൻസ് ആയിട്ടൊരു ജാമ്യം എടുത്താണ് പാടിയിട്ട് അത് പറയുമ്പോൾ തന്നെയെന്നാ പറഞ്ഞത്. പാടിയതല്ല, ഞാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ പ്രേമലു സിനിമയിലെ ആ ഒരു ഒയ്യോ ഗംഭീരമാക്കിയ പാട്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, അതായത് ഏത് ജനറേഷനിലുള്ള ആൾക്കാരെയും ത്രസിപ്പിക്കുന്നില്ല. പുതിയ ജനറേഷനിലെ പാട്ട് വേണോ, അങ്ങനെയുള്ള പാട്ടുകളും പാടാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് മലയാളത്തിന്റെ സ്വന്തം, നമ്മുടെയൊക്കെ സ്വന്തം മാർക്കോസ് ഏട്ടൻ, കെ ജി മാർക്കോസ് ആണ് നമ്മുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം റേഡിയോ മലയാളം 98.6 റേഡിയോ മലയാളം 98.6 എല്ലാ ശ്രോതാക്കൾക്കും അതേപോലെ പ്രേക്ഷകർക്കും ഇപ്പം അങ്ങനെയും കൂടെ കാണാമല്ലോ, ഫേസ്ബുക്കിലൂടെ കാണാം. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവരുടെ പേരിലും ഈദ് മുബാറക്. യെസ്, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നേരെ പാട്ടുകളിലേക്ക്, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്ന. ഇനി തൊട്ടരികിൽ നമ്മുടെ സ്വന്തം, എനിക്ക് തോന്നുന്നു ഖത്തറിൽ എന്ത് വലിയ പരിപാടികൾ നടന്നു കഴിഞ്ഞാലും അതിൽ നിറസാന്നിധ്യമാണ് നമ്മുടെ സ്വന്തം രഹ്നത്ത. നമ്മൾ അങ്ങനെ തന്നെയാണ് ഇത്തെ വിളിക്കുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ചിത്ര ചേച്ചി കുറേ പാട്ടുകളൊക്കെ പാടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് രംഗത്ത് നോക്കിയാൽ ഇവിടെ നമ്മുടെ സ്വന്തം രഹ്നത്ത നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് വന്ന് ഇപ്പോഴൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഞാൻ KMCCയുടെ പ്രോഗ്രാമിനായിരുന്നു. അപ്പോ സ്വാഗതം റേഡിയോ മലയാളം 98.6 ഒരുപാട് സന്തോഷം വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഖത്തറിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും ഈ റേഡിയോയുടെ ഒപ്പം ചേരാൻ കഴിഞ്ഞതും ഇതിലെ പ്രേക്ഷകർക്ക് ഞാൻ എല്ലാവർക്കും ഈദ് മുബാറക് പറയുന്നു. താങ്ക് യു റഹ്നത്ത. ആൻഡ് ഇനിയിപ്പോൾ ഒരു വൈറൽ താരം കൂടി നമ്മളോട് ജോയിൻ ചെയ്യാണ്. എനിക്കൊന്ന് സൂഫി സംഗീതത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഗായകൻ കൂടി തന്നെയാണ് ലറാർ ലക്ഷദ്വീപ്. താങ്ക് യു ആൻഡ് വെൽക്കം ടു റേഡിയോ മലയാളം 98.6. നമസ്കാരം. ലറാർ, പറയൂ. പേര് തന്നെ വെറൈറ്റി ഒരു പേരാണ്. എൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മളെവിടേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ച ദോഹ സ്റ്റേജ് മുസ്തഫക്ക, അവർക്കും ഇവിടെ വരാൻ ആരൊക്കെയാണോ നിമിത്തങ്ങൾ, അവർക്കൊക്കെ എൻ്റെയും എൻ്റെ നാടിൻ്റെയും ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഒരുപാട് നന്ദിയും കടപ്പാടും ഇഷ്ക് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരെയും ലക്ഷത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പറയാം, നമുക്ക് ലക്ഷദ്വീപിൽ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അല്ല ഇവിടെ ഖത്തറിൽ ഒരുപാട് പേരുണ്ട്, ലക്ഷദ്വീപിലുള്ള ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കാണുന്നുണ്ട്. യെസ്. അപ്പൊ എന്തായാലും ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ ലിയർബോ ഉണ്ടാവും. ഓ തീർച്ചയായിട്ടും. യെസ്, നമുക്ക് അവിടെ മാർക്കോസ് ഏട്ടൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ജനറേഷൻ ആയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു നിറക്കൂട്ട് മൂവിയിലെ ആ ഒരു പാട്ട് പാടി, ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്ലർ എന്ന മൂവിയിലേക്ക് വന്നപ്പോഴും ആ പാട്ട് വീണ്ടും ഒരു പുനർജനിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈവ് ഗംഭീരമാക്കിയാലോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഏതാണ്ട് 47 വർഷമായിട്ട് ഈ സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ. ഏതാണ്ട് 10,000-ഓളം ക്രിസ്ത്യൻ ഡിവോഷണൽ, അതേപോലെ ഒരു 5,000-ഓളം മാപ്പിളപ്പാട്ട്, ഒരു 1,500 ഹിന്ദു ഡിവോഷണൽ, ഒരു 100-ഓളം ചലച്ചിത്രങ്ങൾ, ഇങ്ങനെ കുറേ പാട്ടുകൾ, ഒരു 10,000-16,000 പാട്ട് പാടാനുള്ളൊരു നിയോഗം എനിക്ക് ലഭിച്ചു. അത് ഉണ്ടായത് സത്യം പറഞ്ഞാൽ
എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇന്നും ഈ പ്രായത്തിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ ഇടയായത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും വിദേശങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള പത്രമാധ്യമങ്ങൾ, റേഡിയോകൾ ഒക്കെ എന്നെയും എന്നെപ്പോലുള്ള എല്ലാവരെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് ഇതുപോലുള്ള റേഡിയോകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങളവിടെ വരികയും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയൊരു അളവിൽ ഉള്ള ഒരു പ്രോത്സാഹനമാണ്. അതുകൂടാതെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഇനിയും നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലെപ്പോഴും തരുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്. അപ്പോൾ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതാണ്ടൊരു എനിക്കൊന്ന് കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വരുന്നതെന്നാണ് തോന്നുന്നത് ഖത്തറിൽ. അപ്പോൾ വീണ്ടും ഒരവസരം തന്ന, അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ച ദോഹ ഇവൻസിനോടും അതേപോലെ ദോഹ സ്റ്റേജിനോടും അതേപോലെ മൂൺ ഇവൻസിനോടും ഉള്ള സ്നേഹവും അവരോടുള്ള നന്ദിയുമെല്ലാം ഈ അവസരത്തിൽ ഞാൻ പരസ്യമാക്കുകയാണ്. നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം പണ്ടൊക്കെ ഇപ്പം മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും മുഖ്യ ഗായകൻ. 10, 15, 18 പാട്ടൊക്കെ ഞാൻ തന്നെ ആയിരിക്കും പാടുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഓരോ ഗായകരും, ഇപ്പം ഉണ്ണി ആയാലും യേശുദാസ് ആയാലും മറ്റ് ആരാണേലും അങ്ങനെ ആയിരുന്നു. ആ ലീഡ് ഗായകൻ്റെ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം അത് മാറി. ഇന്നിപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. അവർക്ക് പാട്ട് വേണം, സ്കിറ്റ് വേണം, മിമിക്രി വേണം, ഡാൻസ് വേണം. അങ്ങനെയുള്ള ഒരുപാട് മസാലകൾ ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഇതും ഏതാണ്ട് അതുപോലെയുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അത്യാവശ്യം കുറച്ച് നല്ല പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്. അതേപോലെ രഹന ഉണ്ട്, ലിറാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഗായകരായിട്ട് വന്നിട്ടുള്ളത് കണ്ണൂർ സീനത്തുണ്ട്, അതേപോലെ സൗമ്യ ഉണ്ട് ഗായകരായിട്ട്. പിന്നെ ഡാൻസർമാരായിട്ട് ശ്രുതി ലക്ഷ്മി ഉണ്ട്, അതേപോലെ ഡയന ഹമീദ് ഉണ്ട്, പിന്നെ മിന്നലെ നസീർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, സമദ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഹനാൻ ഷായാണ്. അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു താരനിര തന്നെ ഇതിനൊപ്പം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും ഒരു വലിയ പ്രോത്സാഹനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പൂമാനത്തിൻ്റെ ഒരു 4 വരി ഞാൻ പാടും. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം കൂടി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1981 സിനിമയിൽ ആദ്യമായിട്ട് പാടുന്നത്. ഈ പാട്ട് ഞാൻ പാടുന്നത് 1985 ഈ പാട്ട് പാടിയിട്ട് ഞാൻ ഗൾഫിൽ വരുന്ന സമയത്താണ്. അന്ന് 86 ഫെബ്രുവരി 18 അലൈനിൽ വെച്ച് എനിക്ക് വലിയൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അന്ന് ഞാൻ 3 മാസം ഇവിടെ അലൈനിൽ കിടന്നിരുന്നു. അപ്പോൾ ആ ഗൾഫ് നിവാസികൾക്കൊക്കെ അറിയാം ഈ ഒരു കാര്യം അന്നത്തെ. അപ്പോൾ ആ പാട്ടാണ് ഇപ്പോൾ വീണ്ടും അത് വർഷങ്ങൾക്ക് ശേഷം ഓസ്ലറിൽ വീണ്ടും എടുത്ത് രണ്ടാമത് റീമേക്ക് ചെയ്തപ്പോൾ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആര് പാടി, എന്ന് പാടി, എപ്പോൾ പാടി എന്നൊക്കെയുള്ള വീണ്ടും ഒരു എന്താ പറയുക, ഒരു ചെക്കയലിനുള്ള ഒരു സാഹചര്യം ഒത്തു. അപ്പോൾ വീണ്ടും എന്നെ ഓർത്തു. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു പാട്ടാണ്. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ
ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഒരുപാട് Thank you so ഒരുപാട് much. Thank you so സന്തോഷമാണ്. കാരണം ഈ ഒരു പാട്ട് മാർക്കോസിന്റെ തൊട്ടരികിലിരുന്ന് കേൾക്കാൻ പറ്റിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളും അത് ഭാഗ്യവാന്മാരാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇങ്ങനെ ഇവിടെ മെസ്സേജുകളിലൂടെ നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ലൈവിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഈ ഒരു സപ്പോർട്ടിന്. ഇനിയും ഇതുപോലെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പ്രിയപ്പെട്ട പാട്ടുകാരൊക്കെ ഇവിടെ എത്തുമ്പോൾ ഇവരോട് ഏത് പാട്ട് പാടണം, രഹനത്തേക്ക് പാട്ട് പാടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് കുറച്ച് പാട്ട് പാടിക്കാം. നാളെ ഫുള്ള് പാട്ട് കേൾക്കണം. അത് പാടിക്കാനുള്ള ഒരു ട്രിക്കാണ്. ഷിപ്പിന്റെ ട്രിക്കാണ് കേട്ടോ, നമ്മൾ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ടിക്കറ്റ്സുകൾ നിങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ടിക്കറ്റ് സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ്സുകൾ സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുന്നതായിരിക്കും. 77570071 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ്സുകൾ സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ നാളത്തെ ദിവസം നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ്സ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ടിക്കറ്റ്സ് സ്വന്തമാക്കിക്കോളൂ. ഫാമിലിയോടൊപ്പം ഈ വലിയ പെരുന്നാൾ ആഘോഷമാക്കാൻ പറ്റിയ ഗംഭീര ഒരു പരിപാടി തന്നെയാണ് നാളെ QNCCയിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രഹനാത്തയിലേക്ക് വരാം. രഹനാത്ത ഒഴിച്ചുകൂടാതൊരു നമുക്ക് പെരുന്നാൾ ആഘോഷം ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. എത്രയോ മാപ്പിള പാട്ടുകളാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുള്ളത്, പാടിയിട്ടുള്ളത്. ആൻഡ് ഇതുവരെ എത്ര വേദികൾ പാടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷങ്ങൾ മാത്രമല്ല, അല്ലാത്ത സമയത്ത് പോലും തോന്നുന്നു ഞാനൊരു 97 മുതലാണ്. എണ്ണിയിട്ടുണ്ടോ? എത്ര വേദികളെന്ന് എണ്ണിയിട്ടുണ്ടോ? ഇല്ല, അതിനു മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്ത് സുഖല്ലേ മാർക്കസ് ചേട്ടൻ പാടിയ പാട്ട് കേൾക്കാൻ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരുപാട് മാപ്പിളപ്പാട്ടിന്റെ വർക്കുകൾ നടക്കും. കാസറ്റ്, അന്ന് അങ്ങനെ കാസറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ആലാപ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു നമ്മൾ പുറത്തുനിന്ന് മാർക്കോസ് ചേട്ടൻ്റെ ഒരു വരവുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഒരു പാവമാണ്. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഇപ്പോഴും ഞാൻ ഈ ഇപ്പോഴിരിക്കുമ്പോഴും ഞാൻ അതന്നെയാണ് ആലോചിക്കണേ. ആ ആലാപില് എനിക്ക് തോന്നുന്നു അന്ന് എന്തോ അങ്ങനെ ആയിപ്പോയതാ. മാർക്കോസ് ചേട്ടന് വൈകിട്ട് ഒരു ജുബ്ബ അങ്ങനെ ഇടും, ഒരു ക്രീം ജുബ്ബയും മുണ്ടെടുത്തിട്ട് വർക്കിനൊക്കെ വരുമ്പോ. അപ്പൊ ഞാനും അന്നൊരു കസവിന്റെ അങ്ങനെ ഒരു ചുരിദാർ, എപ്പോഴും എന്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്. അത് ഞാൻ എത്ര കൃത്യമായിട്ട് പറയുന്നത്. അതൊരു വലിയൊരു സത്യമാണ്. കാരണം ഞാൻ 81 മുതലാണ് റെക്കോർഡിങ്ങിന് പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടി ആലാപിൽ വന്നപ്പം ആരാ പാടുന്ന കൂടെ, അത് രഹന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പൊ നോക്കുമ്പോ ഒരു കൊച്ചുകുട്ടി. അപ്പൊ ഇതിന് എൻ്റെ കൂടെ പാടാനുള്ള ബാലൻസിങ് ഉണ്ടാവും, ഡെപ്ത് ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ നല്ല ഗംഭീരമായിട്ട്. കാരണം അന്നത്തെ ഏറ്റവും വലിയ പാട്ടുകാരെന്ന് പറയുന്നത് ഒന്ന് വിളയിൽ ഫസീല, അതേപോലെ കണ്ണൂർ സീനത്ത്, പിന്നെ സിബില സദാനന്ദൻ, അങ്ങനെ ലീല, അങ്ങനെയൊക്കെ കുറെ വലിയ വലിയ പാട്ടുകാർ. അതിനിടെയാണ് ഒരു കൊച്ചുകുട്ടി. അന്ന് എനിക്ക് തോന്നുന്നു പിന്നെ SSLC ആണ്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയം 92-ലോ 93-ലോ മറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുലിയായിട്ട് ഇപ്പൊ വന്നിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പുലിയാണ്. അതുകൂടാതെ കല്യാണം കഴിഞ്ഞു, അമ്മയാണ്, ഒരു മോനുണ്ട്, മോന്റെ അവിടെ ഇരിപ്പുണ്ട്, മോനിവിടെ ഉണ്ട്. അതെ, നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം ഞാൻ കണ്ടതാണ്. അതെ. അപ്പൊ ആ പാട്ടിന്റെ രണ്ടുപേരും ഓർത്തെടുത്താലോ ഒന്ന് നമുക്ക്? അത് നാളത്തെ സസ്പെൻസ് അല്ല എങ്കിൽ നമുക്ക് 2 വരി ആ പാട്ടോ. പക്ഷെ ആ പാട്ടിനേക്കാള് ഞങ്ങൾ പാടിയ ഒരു പാട്ടുണ്ട്, അത് ഞങ്ങൾ നാളെ പാടും. അപ്പോ നാളെ വന്നാലായിരിക്കും ആ ഒരു പാട്ട് കാണാനും കേൾക്കാനും പറ്റും. ഇപ്പൊ പാടല്ല കേട്ടോ, ഞങ്ങൾ നിർബന്ധിക്കൂല. അല്ല, അന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഞങ്ങൾ പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകൾ, അന്നത്തെ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാർ പാടിയിട്ടുള്ള പാട്ടുകൾ ചിലതൊക്കെ റീമേക്ക് ചെയ്യുമ്പം ഞങ്ങൾ രണ്ടും പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ടോ സഖി അതാണെന്ന് എനിക്ക് തോന്നുന്നത്. രഹന അന്ന് എൻ്റെ കൂടെ പാടിയത്. കാരണം ഞാൻ അത് പാടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരുപാട് വേദികളിലും അത് പാടിയിട്ടുണ്ട്. ഉണ്ടോ സഖി. അതെ, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ
മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഓ രോമാഞ്ചം. ശരിക്കും പറഞ്ഞാലേ ഈ പാട്ടൊക്കെ അതെ ഉറപ്പായിട്ടും ശരിക്കും മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകൾ നിങ്ങൾ പാടിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ അതുപോലെ തന്നെ മൂസൊക്കെ ഉണ്ട്, അതെ. ഫീർക്കുണ്ട്, പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതെ മ്യൂട്ടി മാഷുണ്ട്, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അന്നത്തെ എന്താ പറയാ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്. അവരുടെ ഒന്നും പാട്ടുകൾ അന്നത്തെ തലമുറ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അന്നത്തെ യുവതലമുറ. അപ്പൊ അതിലും പിന്നെയും 1 2 തലമുറ കഴിഞ്ഞു ഇപ്പം. അപ്പൊ അവരൊന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലുള്ള പാട്ടുകൾ രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളൊക്കെ പാടിയത്. അപ്പം അതിനു വേണ്ടി ഇപ്പോഴും അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ വേറൊരു തലത്തിലുള്ള ആസ്വാദനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വേണം അതിനിടയ്ക്ക്, ഒരു പ്രോഗ്രാമിനിടയ്ക്ക്. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കലാഭവൻ മണി നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു, പാട്ടുകാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാനായിട്ട് രഞ്ജിത്ത് ചാലക്കുടി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ കോർഡിനേറ്റ് ചെയ്ത സബീഖ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന 1-2 പേര് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് പേരുണ്ട്. ഒന്ന് അജു വെട്ടിയാർ, പിന്നെ മുസ്തഫ, അങ്ങനെ ഇവരെ എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു. അത് ഞാൻ വിട്ടുപോയതാണ് നേരത്തെ. ഇനി തൊട്ടരികിലിരിക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ്, മനോഹരമായിട്ടുള്ള ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ ഖത്തറിലേക്ക് ഈ ഒരു പെരുന്നാൾ സമയം വന്ന് നമ്മളെ പാട്ടുപാടി വിസ്മയിപ്പിക്കാൻ എത്തിയ പ്രിയപ്പെട്ട കലാകാരൻ ലിറാർ ലക്ഷദ്വീപ്. ലിറാർ, ഈ പേരിനെ കുറിച്ചൊന്ന് പറയണ്ടോ ആദ്യം തന്നെ? അതെനിക്കറിയില്ല, എൻ്റെ ബാപ്പ ചെറുപ്രായത്തിൽ നിന്നിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നു തന്നെ, ഇപ്പോൾ ഇത്രയും ലെജൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പം രംഗനാഥാണെങ്കിൽ ഇപ്പോൾ മാർക്കസ് ഹട്ടിനെ കുറിച്ചും ഒക്കെ അടക്കം നമ്മൾ ലെജൻസിനെ പറ്റി മൂസക്ക അടക്കമൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. എനിക്ക് തോന്നുന്നു ലെറാർ ഇവരെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പോകാറുള്ളത് അല്ലേ? എനിക്കൊന്ന് തിരഞ്ഞെടുക്കുന്ന പാട്ടുകളും. സ്കൂള് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ മാർക്കോസ് ചേട്ടൻ്റെ പാട്ട്, പിന്നെ രഹനത്തൻ്റെ പാട്ട്, ഇതൊക്കെ എനിക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ തന്നെ ഭയങ്കര ഒരു വൈബ്രേഷൻ പോലെയാണ്. കാരണം ഇത്രക്കും വലിയ കുലപതികളുടെ അടുത്ത് മുന്നിലിരുന്നിട്ട് ഞാൻ പഠിക്കാത്ത പാട്ടുകാരനാണ്. എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ ബാപ്പ, ജ്യേഷ്ഠന്മാർ എല്ലാവരും പാട്ടുകാരാണ്. ഞങ്ങൾ പഠിക്കാതെ പാരമ്പര്യമായിട്ട് വന്ന പാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഞാൻ ഒന്നും പഠിക്കാത്ത ഒരാൾ വന്നിട്ട് ഇവരെ കൂടെ നിന്ന് പാടാൻ കിട്ടിയ ഒരു ഭാഗ്യമുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ഭയങ്കര ഒരു സന്തോഷവും അന്നും മറക്കാൻ കഴിയാത്തൊരു ഇതാണ്. തീർച്ചയായിട്ടും അത് മനസ്സിൽ നിന്ന് വരുന്നുണ്ട്, കണ്ണ് നിറഞ്ഞു. അപ്പൊ അത് ഞാനത് ഇപ്പൊ പാടുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ ഇതുണ്ട്. ഞാൻ മാർക്കോസ് ഏട്ടൻ്റെ പാട്ടൊക്കെ ചെറുപ്രായത്തിൽ നിന്നൊക്കെ പാടിയിരുന്നു. മറ്റേ പാട്ട് മറന്നുപോയി, അത് പെട്ടെന്ന് ടെൻഷനിൽ മറന്നുപോയി. പറഞ്ഞത് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞ സത്യമാണ്. മുസ്തഫവേ മുർഷിദുന റസൂലേ മുർഷിദുന, അങ്ങനൊരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലിറിക്സ് ഓർമ്മ വരുന്നില്ല. എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് തന്നെ നിരവധി പാട്ടുകളാണ്, കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ഈ റബീ ലെവൽ പ്രമാണിച്ചൊക്കെ നബിദിന ആഘോഷങ്ങൾ വരുമ്പോൾ അവിടെ പള്ളിക്കലൊക്കെ, പള്ളിന്റെ അടുത്തൊക്കെ ഈ മതപ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നൊക്കെ എന്നെ പാട്ട് പാടാൻ വിളിക്കും ആൾക്കാർ. അപ്പൊ ഞാൻ പാടൽ ഏറ്റവും കൂടുതലും പറഞ്ഞതാണ് അതിന്റെ ശരി. കാരണം അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ പാട്ടുകാർ ആയിട്ടുള്ളവരുണ്ട്. അപ്പം മനസ്സിൽ നിന്ന് വരുന്ന വികാരമാണ് ആ പാട്ട്, അല്ലാതെ പാടാൻ വേണ്ടി പാടുന്നതല്ല. അതന്നെ ഞാൻ എല്ലാ മീഡിയയോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ പാടുന്നതും ഞാൻ കൊട്ടും,
അപ്പം ഞാൻ കൊട്ടുന്നതും ഞാൻ പാടുന്നതും എൻ്റെ ശ്രുതി തന്നെയാണ്. ഞാൻ ആരും ഫോളോ ചെയ്തില്ല. അതെ, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ ഭ്രാന്തായാൽ എന്ത് സുഖം പാടി ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് എല്ലാവരും അത് കേൾക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. യെസ്, അപ്പോ നമുക്ക് ആ ഒരു പാട്ടൊന്ന് കേട്ടാലോ? രണ്ടുപേരി എന്ന് നമുക്ക് ഫുള്ള് പാടണ്ട, നമുക്ക് നാളത്തെ ദിവസം പാടാം. ഫുള്ള് നാളെ ഉള്ളൂ കേട്ടോ, ഇത് ചെറിയ റിഹേഴ്സൽ മാത്രമാണ്. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. വാവ്, സൂപ്പർ സൂപ്പർ. ഇതിന്റെ ആ ഒരു ഫുൾ വേർഷൻ നമ്മൾ നാളെ QNCCയിൽ കേൾക്കുന്നതാണ്, കാണുന്നതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി റേഡിയോ മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അറിയിക്കുകയാണ്. അപ്പോൾ നാളെ വൈകുന്നേരമാണ് QNCCയിൽ ഇശൽ മുഹല്ലത്ത് എന്ന മനോഹരമായിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നത്. ദോഹ സ്റ്റേജ് ആൻഡ് മോൺ ഇവന്റ്സ് പ്രസിഡന്റ് ഇശൽ മുഹല്ലത്ത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഞങ്ങൾ സമ്മാനമായിട്ട് ഇശൽ മുഹല്ലത്ത് എന്ന ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ്സ് തരാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങായിമാർക്ക് നമുക്ക് സമ്മാനമായിട്ട് കൊടുത്താലോ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക് നമ്മൾ എന്തായാലും അതിന്റെ ടിക്കറ്റ്സ് നാളത്തെ ദിവസം ഈ ഒരു പരിപാടി കാണാനുള്ള ടിക്കറ്റ്സ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഈ ലൈവിന്റെ താഴെ ചെറിയൊരു കമന്റ് നിങ്ങൾ ചെയ്യുക അല്ലേ? യെസ്, ഒരു വെറുതെ ഒരു ജസ്റ്റ് ഒരു കമന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കമന്റ് ചെയ്താൽ മാത്രം മതി. അതിൽ ആർക്കാണോ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നാളെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, ആ ടിക്കറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ മാർക്കോസിന്റെ അരികിലേക്ക് പോവുകയാണ്. മാർക്കോസിന്റെ പറഞ്ഞെടുത്തപ്പോൾ ലിറാറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് മനസ്സിൽ നിന്നും ആണ് അല്ലെ സംഗീതം വരുന്നത്. ഇപ്പൊ തൊട്ടുമുന്നെ പാടിയപ്പോൾ തന്നെ ഉള്ളിൽ നിന്നും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ആ പാട്ട് പാടിയപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു അല്ലേ, ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ മാർക്കോസ്? 2004 കല്യാണ സദസ്സിലൊക്കെ കരോക്കെ ഗാനങ്ങളൊക്കെ ഒരു സ്വന്തം ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 4-5 പേരും ഇങ്ങനെ പാടിയിരുന്നു. അന്നും ഈ കുടമുല്ല ചിരിയും മുത്തേ സത്തേ എന്ന് വിളിക്കും എല്ലാം ഞാൻ പാടിയതൊക്കെ മാർക്കോസേട്ടന്റെ പാട്ടാണ്. ഇവിടെ മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മുടെ ലൈവ് ഇപ്പം റേഡിയോ മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലാഹായ പുരനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി. ആ ഒരു പാട്ട്, ഈ ഗാനമൊക്കെ അതിമനോഹരമായി മാർക്കോസിനെ പാടിയിട്ടുണ്ട്. പറ്റിയാലൊരു 4 വരി പാടിപ്പിക്കണേ. സത്യം കേട്ടോ, ഞാൻ ഈ മെസ്സേജ് കാണിച്ചു തരാം. ഉറപ്പായിട്ടും. അല്ല, അത് പാടുന്നുണ്ട് നാളെ. അതെ, രണ്ടുപേരും നമുക്ക് ആയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവരൊക്കെയാണ് നമ്മളെ വളർത്തുന്നത്. എനിക്ക് ലിറിക്സ് പെട്ടെന്ന് ഓർമ്മയില്ല എങ്കിലും നോക്കിയാണ് ഇപ്പൊ പാടുന്നത് കൂടുതലും. ഇലാഹായ പുരാനോട് ഇരവും പകലും തേങ്ങി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി. മകനായി ഇസ്മായിൽ നബി എന്ന് കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി. മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഈ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ഈ പെരുന്നാൾ കുറച്ചുകൂടി മൊഞ്ചാകുന്നത്, ഉഷാറാകുന്നുള്ള മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അതെ, 90s കിഡ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കൂടി തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞ കാര്യം, നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട് ആസ്വദിച്ച പാട്ടുകൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം നമ്മൾ QNCCയിൽ ആസ്വദിക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല
ഇനി ബാക്കിയുള്ളവർക്ക് ആ. 20 ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ പാട്ടുകാരൊക്കെ വരുന്നുണ്ട്. എല്ലാ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രോഗ്രാമിന്റെ ഞാൻ കണ്ടത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയത്. പാട്ടുണ്ട്, കുട്ടികൾക്ക് പോലും. യെസ് ഉറപ്പായിട്ടും. അതെ, ആ ജനറേഷനിലുള്ള സിംഗേഴ്സും ഉണ്ട്. പക്ഷെ ഇനി ആ ജനറേഷനിൽ പാടണമെന്നുണ്ടെങ്കിൽ മാർക്കോസ് ചേട്ടനും പാടാനുണ്ട്. അത് നമ്മൾ തെളിയിച്ചതാണ്. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ അല്ല, ഞാനിപ്പോ കുട്ടികൾക്കും വേണ്ടി പാടുന്നുണ്ട്. എന്റെ ഈ ചായപ്പാനി തപ്പിയിലെ അതെ, അതെ, റോഡരികെ എന്നുള്ള പാട്ടിന്റെ ആസ്വാദകരില് നല്ലൊരു ശതമാനം 10 വയസ്സ് താഴെ ഉള്ളവരാ. അതെ അതെ. ടി വിയിൽ ഇത് കാണുമ്പോ അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് പേര്. അതിൽ ഒരു നല്ല ശതമാനം കൊച്ചുകുട്ടികളാണ്. 15 വയസ്സിൽ താഴെയോ അല്ല 10 വയസ്സിൽ താഴെയോ ഉള്ളവരാണ്. അപ്പൊ അവരെ വരെ അത് ഞാൻ എന്റെ മിടുക്കല്ല ഞാൻ പറഞ്ഞത്. സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക ഏജും അങ്ങനെയൊന്നും ഇല്ല. അത് ഹൃദ്യമാണെങ്കിൽ ഏത് ഏജിലുള്ളവരും അത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. ഇപ്പം ഒരുപാട് വൈറൽ പാട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പം ലിറാനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പുതിയ ജനറേഷനിലുള്ള സിംഗേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേടൻ അടക്കം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഇത്തരത്തിലുള്ള സിംഗേഴ്സ്, പുതിയ സിംഗേഴ്സ് ഒക്കെ വരുന്നു. പാട്ടുകളുടെ രീതി അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന രീതിയൊക്കെ തന്നെ മാറി വന്നിരിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പൊ മാർക്കോസ് ചേട്ടൻ ഇപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെയും പാടാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ്. അല്ല, നമ്മൾ പ്രായം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന് ഘനം കൂടുതലാണ് അതുകൊണ്ട് ഈ എങ്ങർ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടി പാടാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാത്തരം ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. പിന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്നൊരു ലിറിക്കൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ശബ്ദ ക്വാളിറ്റിയോ ഒന്നും ഇന്ന് ഈ തലമുറ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നോക്കുന്നില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇതിനകത്ത്. ഇപ്പൊ തന്നെ നമ്മൾ പുതിയൊരു ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കേട്ടൊരു മാവേ കയറിയപ്പോൾ നീറാണെന്നോ, മാവേ കയറാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് ഇപ്പൊ പാട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു സമയം ഒരുപാട് പേര് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളാണ്, അവധിയാണ്. അപ്പോൾ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിൽ ബാക്ക് സീറ്റിൽ ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ കുട്ടികളും ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്കിൽ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് ഡാൻസ് ചെയ്യാനാണെങ്കിൽ രണ്ടുപേര് നമുക്ക് പ്രേമലു ആയാലോ. അതോടൊപ്പം തന്നെ ഫുൾ ഡാൻസ് ചെയ്യണമെങ്കിൽ നാളെ QNCC-യിലേക്ക് വരിക എന്നുള്ള കാര്യം വീണ്ടും റേഡിയോ മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാർക്കോസ് അങ്കിൾ പാട്ട് പാടും കേട്ടോ. അത് അപ്പോൾ റേഡിയോ കേട്ടുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട സംഘങ്ങളും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്ക് പേജിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡാൻസ് കളിക്കാൻ റെഡി ആണല്ലോ നിങ്ങൾ അല്ലേ? കുട്ടീസ് റെഡി അല്ലേ? ഇതിപ്പോ എന്നെ വെച്ചങ്ങനെ മുതലാക്കാൻ തോന്നുന്നു. വേറെ 2 പാട്ടുകാർ ഇരിപ്പുണ്ട്, നന്നായിട്ട് പാടുന്നവരാ. ഓക്കെ. ചായപ്പാനി തപ്പില്ല റോഡരികെ, തുടിപ്പഞ്ചാരി കൊട്ടില്ല കാതരികെ, എൻ പ്രേമിക്കുടു നീ സുമവാരികെ, മനസങ്ങ് നീറണ് കൊലിസോടനീയ, പനിച്ചങ്ങ് കേറണ് പാരസിറ്റമോള, ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, NTR സിറ്റിയിൽ പോയി വരുങ്ക, ചാർമിനാർ പാത്തില്ല വിൻഡോവില്ല, എൻ പ്രേമിക്കുടു നീ സുമ്മ ബീത്തടിങ്ക. സൂപ്പർ. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇതൊക്കെ ഈ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ ഫുൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നാളത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇൻവൈറ്റ് ചെയ്ത്. നേരത്തെ ഇവിടെ ഒരു മെസ്സേജ് വന്ന പോലെ ഈ പാട്ടുകളും ഈ ഒരു സന്തോഷമൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ആ ഒരു പെരുന്നാൾ കുറച്ചുകൂടി മൊഞ്ചാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഒരുപാട് മെസ്സേജുകൾ ഇനി വരുന്നത്. രഹ്നത്ത ഒരു പാട്ട് പാടണം. ആ ഒരു പാട്ട് ഒരു കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഏത് പാട്ടാണ്? യത്തീമിന് അത്താണി. ആ ഒരു പാട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രഹ്നത്തെ കൊണ്ട് ആ ഒരു പാട്ട് പാടിപ്പിക്കണം. രഹ്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മെസ്സേജ് കാണിച്ചു തരും കേട്ടോ. ഇത് ഉറപ്പാണെന്ന്, അല്ലാതെ പുള്ളിയുടെ റിക്വസ്റ്റ് അല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. ഞാനത് ലൈവ് പാടിയിട്ടുണ്ട്. അതാ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുറേ മെസ്സേജുകളുണ്ട് ആ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞുകൊണ്ട്.
എത്തി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കീങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കീങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. ഓ പിന്നെ ഗംഭീരം. ഈ പാട്ട് ചോദിക്കാതിരിക്കുമോ? രേനാഥയുടെ വോയിസിൽ അത് കേൾക്കാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും നാളത്തെ ദിവസം QNCC വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ കാണാൻ പോകുന്നത്. ടിക്കറ്റ്സിനായിട്ട് നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ്സുകൾ സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും. നാളത്തെ ദിവസം ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത്. യെസ്, ഇനി നമ്മുടെ ലിറാറിന്റെ അരികിലേക്ക് വരികയാണ്. ലിറാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണ വീടുകളിലൊക്കെ പാട്ടുപാടിയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇങ്ങനെ മെല്ലെ 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 ഉയർന്നു വരികയാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരെ പാട്ടുപാടാനായിട്ട് പോകുന്നു. വലിയ വലിയ സ്വീകരണങ്ങൾ കിട്ടുന്നു അല്ലെ? തീർച്ചയായിട്ടും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ലിറാറിന്റെ പാട്ടുകളും അംഗീകരിക്കപ്പെടുകയാണ്. ആ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? കാരണം പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയത്. അത് ഇപ്പം ഞാൻ പഠിക്കാതെ പാടിയ ആളെന്ന് പറഞ്ഞില്ല. അപ്പം അന്ന പോലെ ഞാൻ ഒമാനിൽ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് ഈ ഭ്രാന്ത് എന്ന ഈ പാട്ട് പാടുന്നത്. അത്ര വരെ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് പാടിയ ആളായിരുന്നു. ഞാൻ നാടൻ മനുഷ്യ പെയിന്ററായിരുന്നു, പാട്ടുകാരനല്ല പെയിന്ററായിരുന്നു. പെയിന്റ് അടിക്കാൻ പോകുമ്പോൾ ആളൊഴിഞ്ഞ വീടല്ലേ, അപ്പൊ അവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ പാടി ഇങ്ങനെ അടിക്കും. അപ്പൊ ഒളിഞ്ഞിരുന്നിട്ടൊക്കെയാണ് ആദ്യം പാടിയിരുന്നത്. പിന്നെ ഞാൻ ഒമാനിലൊരു പ്രോഗ്രാമത്തിന് വന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ഹോട്ടലിന്റെ മുന്നേ ഇരുന്നിട്ട് എന്നോടൊരു പാട്ടാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പാട്ടാണ് പാടിയത്. ഇത് എഴുതിയതും ഇത് പാടിയതും ഇത് ട്യൂൺ ചെയ്തതും ഒക്കെ ജാബർ സുലൈം സാഹിബ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണ്. അദ്ദേഹമായിട്ട് എനിക്ക് 10-12 വർഷം മുന്നേ ഉള്ള പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സാറിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ആരെങ്കിലും എന്നോട് പാടാൻ പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് പാടും, അത് എൻ്റെ ശ്രുതിയിലാണെന്ന് പറഞ്ഞു. സാറ് പാടിയ പോലെയല്ല ഞാൻ പാടിയത്, ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് പാടുന്നത്. അപ്പൊ അത് പാട്ട് 2 പാട്ടും കേട്ടാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഈ പാട്ട് ഞാൻ പാടി. അപ്പൊ എൻ്റെ കൂടെയുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ആള്, കക്കടിപ്പുറത്തുള്ള. അപ്പൊ മൂപ്പരാണ് ഇത് ഷൂട്ട് ചെയ്തത്. മൂപ്പര മൊബൈൽ പിടിച്ചിട്ട് മൂപ്പര് ഇൻസ്റ്റയിലും മറ്റേ ടിക്ടോക്കിലും പിന്നെ യൂട്യൂബിലും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അത് പിന്നെ ഹിറ്റായി. പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു വൈറലായ പോലെ. അപ്പൊ എനിക്കെന്തോ പെട്ടെന്ന് എന്തോ ആകാൻ എൻ്റെ കിളി പോയ പോലെ ആയി. ഭയങ്കര ഒരു പേടിയും. കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണിത്. നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഇത്രയും വലിയ വലിയ സ്റ്റേജുകളും ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് പാടും എന്നൊരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്യാണ സദസ്സിലും പിന്നെ നമ്മളവിടെ ചെറിയ കുട്ടികളെ സുന്നത്ത് കല്യാണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് പാട്ട്. പിന്നെ നമ്മൾ കൂടുതലും ഡോലിയാണ്. നമ്മളെ ലക്ഷദ്വീപ് മെയിനായിട്ട് ഡോലി പാട്ടെന്ന് പറഞ്ഞിട്ട് 9-12 പേരോ ഒട്ടത്തിലിരുന്നിട്ട് ഒരാൾ ഡോലി കൊട്ടും, ബാക്കി 9 പേരും കൈ കൊട്ടും, പിന്നെ ഒരാൾ കൈമണി. അപ്പൊ ഇത് 3ഉം ഒരേ താളത്ത് ഒരു പാട്ടും. ഈ പാട്ടിന്റെ ഏത് പാട്ട് പാടിയാലും ആ പാട്ടിൽ ഒരേ താളത്തിലായിരിക്കും നമ്മളെ ഈ ഡോലിപ്പാട്ടെന്ന് പറഞ്ഞാൽ. അത് ഏത് ലക്ഷദ്വീപിലേക്ക് ഏത് VIPs വന്നാലും നമ്മൾ ആ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളെ അതിന്റെ പാട്ട് ആണ് മറ്റേ ഇത് പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറിടും. പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറിടും. അത് കൂടുതലും സൂഫി ടച്ചുള്ള പാട്ടാണ്. അത് നമ്മളെ ശരീരത്തെയും ആത്മാവിനെയും പറ്റിയാണ് പറയണത്. ലിറാർ ഇത് പാടിക്കഴിഞ്ഞപ്പോ
നേരത്തെ കണ്ണ് നിറഞ്ഞു എന്നാ പറഞ്ഞു, കണ്ണ് നിറഞ്ഞു ഒഴുകി ഇപ്പൊ. ആ സത്യം ഇപ്പോഴും അതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലെജൻസിന്റെ പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് പാടുമ്പോൾ നമുക്ക് ചെറിയ തീർച്ചയായിട്ടും ആ ഒരു റെസ്പെക്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പൊ ലെജൻസിന്റെ കൂടെ. അത് ഉണ്ട്, ഉണ്ട്. അത് കൊടുക്കണമല്ലോ, തീർച്ചയായിട്ടും കൊടുക്കേണ്ട, അർഹതപ്പെട്ടവരല്ലേ. ഇതിനകത്തേക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലേ ഇത് കേട്ടിട്ട് ആ പാട്ടിനെ ഈ കുറിച്ച് രണ്ട് ലെജൻസ് എന്ന് പറയണ്ട. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അല്ല. നമുക്ക് നിങ്ങൾ ലെജൻസ് തന്നെയാണ്. ഒരിക്കലും നമുക്ക് വേറെ ആളെ പറയുന്ന പോലെ അല്ല. നമ്മൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വന്ന പാട്ടുകൾ പാടിയിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. അത് തന്നെ ലിറാറ് മനസ്സിൽ തട്ടിയിട്ട് തന്നെ പറയുന്നതാണ് അത് അല്ലേ. നമ്മൾ ഓരോരുത്തരും ജസ്റ്റ് മുന്നേ റഹനത്ത് പാടിയ യത്തീമിന്നത്താടി ഒക്കെ ഞാൻ കരോക്കെ ഇട്ടിട്ട് ഒരുപാട് സ്റ്റേജിൽ ലക്ഷദ്വീപില്, ചെത്തിലാത്തില്, കവറത്തിയില്, കൽപ്പേനിയിലൊക്കെ പോയിട്ട് രാഷ്ട്രീയ സ്റ്റേജിലും അല്ലാത്ത സ്റ്റേജുകളിലൊക്കെ പാടിയതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതിന്റെ ലിറിക്സ് ഞാനും ഇപ്പൊ മറന്നുപോയി. മർഗോസിക്ക പാടിയ മറ്റേ മുത്തോളി വേ സയ്യുദന എനിക്കൊരു ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. പിന്നെ ഇലാഹിയ സുബ്ഹാനെ ഇഹലോകം തീർത്തുവനെ, ഇലാഹിയ സുബ്ഹാനെ ഇഹലോകം തീർത്തോനെ, ഇരുൾ തിങ്ങും പ്രപഞ്ചത്തിൽ ഇരവ് കണ്ടോനെ, അങ്ങനൊരു പാട്ട് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ലിറാറും അതുപോലെ തന്നെ രഹനാഥയുണ്ട്, മാർക്കോസ് ഏട്ടനുണ്ട്. ഇത് കൂടാതെ തന്നെ 20ഓളം താരങ്ങളാണ് ഉള്ളത്. അക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ നാദൃഷിക്കയുടെ അനിയൻ സമ്മത് ഉണ്ട്, അതുപോലെ തന്നെ ശ്രുതിയും ഡയനയുടെ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസുകളുണ്ട്, പിന്നെ രഞ്ജി ചാലക്കുടി ഉണ്ട്. അതോടൊപ്പം ഹനാൻ ഷാ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ സുധിലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു, മിന്നലെ നസീർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട താരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും പറയുകയാണ്, നാട്ടുകാരനാണ്. നാട്ടുകാരൻ മാത്രമല്ല, അതിലൊരു സസ്പെൻസും ഉണ്ട്, ഞങ്ങള് ബന്ധുക്കളുമാണ്. ഓ അത് ശരി. അപ്പൊ കുടുംബക്കാരുടെ പരിപാടിയാണ്. അതെ, അല്ല മാർക്കോസ് ചേട്ടൻ കുടുംബമാണ് അല്ലേ? തീർച്ചയായിട്ടും ഞാനിതിലേക്ക് വന്ന ഒരു ബന്ധുവാണ്. എന്നുവെച്ചാൽ ആദ്യം ഞാൻ പാടുമ്പോൾ എനിക്ക് വലിയൊരു ക്രേസ് ആയിരുന്നു. ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ഗാനമേളയ്ക്ക്, ദാസേട്ടൻ്റെ ഗാനമേള പിന്നെ കേൾക്കാൻ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 15-16 വയസ്സുള്ളപ്പോൾ. അപ്പം അന്ന് അദ്ദേഹം ചില പാട്ടുകൾ പാടിയ കൂട്ടത്തിൽ അവാഫി എന്നുള്ള ഒരു പാട്ട് അന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനമേളയിലൂടെ. അതേപോലെ സലീൽ ചൗധരി ചെയ്തിട്ടുള്ള ചില ബംഗാളി സോങ് യേശുദാസ് പാടിയിട്ടുണ്ട്. അപ്പം ഞാനന്ന് 10-16-17 വയസ്സേ ഉള്ളപ്പോൾ എന്തുകൊണ്ട് എനിക്കും പാടാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള പാട്ടുകളെന്ന് ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലും വന്നു. ഞാനും ഇത് കുത്തിയിരുന്ന് പഠിച്ച് അവാഫി ഞാൻ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ പാടി. അപ്പോൾ അത്രയും വർഷം വീണ്ടും കടന്നുപോയി എന്ന് ഓർത്തോളണം. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം നമ്മൾ ഈ ഗാനമേളയ്ക്ക് കേൾക്കുമ്പോൾ ഔവാപ്പി എന്നാണ് കേൾക്കുന്നത്. ശരിക്കും ഔവാപ്പി അല്ല, ഔവാഫി ആണ്. അപ്പോൾ എന്നോട് ഇവിടെ വന്ന് ഞാൻ പാടിയപ്പം ബഹ്റൈനിൽ ആദ്യം ഞാൻ പാടുന്നത് 85. അപ്പോൾ എന്നോട് അറിയുന്ന ചില ആൾക്കാർ പറഞ്ഞു, മോനെ അത് ഔവാപ്പി അല്ല ഔവാഫി ആണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കും തോന്നി, എടാ ഇത് കൊള്ളാമല്ലോ, നല്ല. അങ്ങനെ എനിക്ക് പല പദങ്ങളും ഞാൻ എന്നെ കൊണ്ട് പാടിക്കാൻ വരുന്നവരോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അപ്പം ഏറ്റവും ഉദാഹരണത്തിന് പെട്ടെന്ന് പറയാവുന്ന വാക്ക് മലയാളത്തിൽ എഴുതുന്നത് ആയും ളായുമാണ്, അള്ള. പക്ഷെ അള്ള എന്ന് പറഞ്ഞാൽ തെറ്റാണ് വലിയ. അപ്പം അള്ളാ എന്ന് പറയാനായിട്ട് പഠിച്ചു. അപ്പം അള്ളാ എത്ര സ്പീഡിൽ പറഞ്ഞാലും അള്ളാ എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അതേപോലെ സംസം. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, വലിയ പാടുന്ന ഓരോ മാപ്പിളപ്പാട്ട് ഭയങ്കര കറക്റ്റ് ആയിട്ട്. ഞാനത് ചോദിക്കാൻ തന്നെ വന്നതാണ്, ഏത് പാട്ടുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴും പറയുമ്പോ തെറ്റിപ്പോറുണ്ട്. നമ്മളിപ്പോ അള്ളാന്ന് പറയുമ്പോ അങ്ങനെ അല്ല പറയേണ്ടത്. ഭയങ്കര ഫീലോടുകൂടി ആദ്യകാലങ്ങളിലൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് മനസ്സിലായി, പെട്ടെന്ന് കിട്ടും. അക്ഷരം ഇന്നതായിരിക്കും, അല്ലെങ്കിൽ ആരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും. ഇപ്പൊ വലിയ ഗായകർ വരെയും പാടി കേട്ടിട്ടുണ്ട്. പിന്നെ 1000 കാതം അകലെയാണെങ്കിലും എന്നുള്ള ആ പാട്ടില് സഫാ മാർവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സഫ എന്ന് പറയുന്ന ഒരു മലയും മറുവ എന്ന് പറയുന്ന മല. അപ്പൊ സഫയും മറുവയുമാണ്. പക്ഷെ പലരും പാടുന്നത് സഭാ മാറുവ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് തന്നെ തെറ്റാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പഠിക്കാനുള്ളൊരു ആഗ്രഹം
തോന്നിയിട്ട് ഞാനത് ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പം കുറെ കൂടെ ഈസിയായി. അങ്ങനെ ഒരുപാട് പദങ്ങൾ എൻ്റെ തന്നെ എനിക്ക് വന്നത് ഫുള്ള് അറബിയിലുള്ള പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് മാപ്പിളപ്പാട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പിന്നെ ഫീൽഡാണത്. അതെല്ലാം ഞാൻ പറഞ്ഞേ, ഞാൻ കൗതുകത്തോട് ഇങ്ങനെ നോക്കി. എന്നിട്ട് മാർക്കോസേട്ട ആലാപ് പാടി കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു എനിക്ക് റിയാലിനെ കുറിച്ച് പാടാനുണ്ട്. അതെ, അങ്ങനെ കത്തി എന്താ പറയാ പറന്ന് നടന്ന മാർക്കോസ്. എനിക്ക് ഇപ്പൊ ഈ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ ശരിക്കാ എറണാകുളത്തോട്ട് രഹ്നത്ത് ഇപ്പോഴും ആലാപിൽ തന്നെയാണ്. ഇവിടെ വന്നിരുന്നപ്പോ മനസ്സ് കംപ്ലീറ്റ് ആലാപിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് തിരക്ക് അല്ലേ മാർക്കോസേട്ട? 92 കാലഘട്ടം എന്ന് പറയുമ്പോ പിന്നെ എത്ര വർഷം പുറകോട്ട് ചിന്തിച്ചാലും ഒരു 30-35 വർഷം ഏറ്റവും കുറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോഴും കാസറ്റുകളിൽ കേട്ടിരുന്ന ഒരു കാലം അല്ലേ? മാർക്കോസേട്ടന്റെ ചിത്രം വെച്ചിട്ട് അല്ല, ഇവരെ മുമ്പ് ഇവര് നാളെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കല്ലേ. പക്ഷെ ഞങ്ങളിപ്പോ ഒരു കുറച്ച് റിഹേഴ്സല് അതങ്ങോട്ട് എന്തായിരുന്നു അവിടെ മേളം അറിയോ? അതിപ്പോ പറഞ്ഞത് റിഹേഴ്സലിൽ അടക്കാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു ടെക്നീഷ്യൻ രഞ്ജിത്ത്, അദ്ദേഹവും ഈ പറഞ്ഞ ഒരു പരിധി വരെയൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് ഞങ്ങൾ വിത്ത് ഓർക്കസ്ട്രയാണ് നമ്മൾ പാട്ടെടുക്കുന്നത്. അപ്പൊ രാവിലെ 9 to 9 ആണ് കോൾ ഷീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ 9 to 9 തീരില്ല, അത് 10 മണിയാവാം, ചിലപ്പോൾ 11 മണിയാവാം. ആർക്കും പരാതിയില്ല. ആ 5 പാട്ടല്ല 6 പാട്ട് തീർത്തിട്ട് വിത്ത് ഓർക്കസ്ട്ര നമ്മൾ പാടി തീർത്തിട്ട് ലൈവാണ്, റെക്കോർഡ് ലൈവായിരുന്നു അന്ന്. സ്റ്റുഡിയോയിൽ നിന്ന് പോകാറുള്ളൂ. അപ്പോൾ ഓരോ പാട്ടും നമ്മൾ 5, 6, 8 ഒക്കെ പ്രാവശ്യം പാടും. അത്രയും പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്, കാരണം പല ഓർക്കസ്ട്ര പെർഫെക്റ്റ് ആകാനും ബാലൻസിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ പെർഫെക്റ്റ് ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാടുന്നത്. അപ്പൊ അത്രയും നേരം നമ്മുടെ തൊണ്ട ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ചില സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ടോ അങ്ങനെ ഇത്രയും നേരം നമ്മളിന്ന് പാടേണ്ടി? തീർച്ചയായിട്ടും ആ സമയത്ത് തോന്നിയിരുന്നു ഇതൊക്കെ മതിയല്ലേ പോരെ എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പൊ ചില സമയത്ത് ഇരുന്ന് ചില പാട്ടുകൾ കേൾക്കുമ്പോ അയ്യോ ഇതൊക്കെ ഞാൻ തന്നെയാണോ പാടിയെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ചില പദങ്ങളൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പാടി പോയിട്ടുണ്ട് അന്ന്. അതെങ്ങനെ ആണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പിന്നെ പള്ളി പരിസരത്തും അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശി വരുമ്പോൾ അവരുടെ സദസ്സിൽ പാടിയിട്ടും ഒക്കെയാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ അത് തന്നെയാണ് നല്ലത്, അങ്ങനെ തന്നെയാണ് നല്ലത്. ഈ പാട്ടുകൾ പാടിയതിനൊപ്പം തന്നെ വേദികൾ, നിരവധി വേദികളാണ് മാർക്കോസേട്ടൻ പങ്കെടുത്തു. ഇപ്പൊ ഈ അടുത്തിടെ തന്നെ എനിക്കൊന്ന് സ്റ്റേജിൽ നിന്ന് ലൈവായിട്ട് ഓഡിയൻസിന്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ട്. എല്ലാ പാട്ടുകൾ പാടുന്നതിനൊപ്പം തന്നെ ഇപ്പൊ ഒരു ക്ഷേത്രത്തിലെ പ്രോഗ്രാമിന് തന്നെ അല്ലേ കുറെ പേര് വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഇസ്രായേൽ പാടണം, ഇസ്രായേൽ നാഥനായ പാട്ട് പാടണം. പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ മുതൽ ക്ഷേത്രത്തിലാണ്. അപ്പം ഫസ്റ്റ് സോങ് പാടി രണ്ടാമത്തെ പാട്ടും പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഒരു 10,000-3000 ജനം അവിടെ ഉണ്ട് അന്നേരം. അപ്പോൾ എല്ലാവരും വിളിയാണ്, ചേട്ടാ ഇസ്രായേലിൽ നാഥൻ, ഇസ്രായേലിൽ നാഥൻ. അപ്പോൾ ഇത് 25 വർഷം മുമ്പ് ഞാൻ പാടിയതാണ്, 2000 പാടിയതാണ്. പക്ഷെ അന്നത് പാട്ടിൻ്റെ ഒരു മഹത്വം കൊണ്ട് വൈറലായി. പിന്നെ ഈ വീടുകളുടെ കോളിംഗ് ബെല്ല്, വണ്ടിയുടെ റിവേഴ്സ് ടോൺ, അങ്ങനെ ഒരു 4-5 തരം രീതിയിൽ അതുപോലെ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു. പക്ഷേ 25 വർഷത്തിന് ഇപ്പുറം ഈ പാട്ട് ഹിറ്റായതെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പാടി അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷം. കാരണം എല്ലാ വിഭാഗം ആൾക്കാരും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഉള്ള ഒരു വേദിയിലാണ്. അവർ മൊത്തം 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പാടിച്ചിട്ടാണ് വിട്ടത്. ലാസ്റ്റാണ് പാടിയത്, അവസാനമാണ് പാടിയത്. അതെ, അത്രയും ആൾക്കാർ അവിടെ നിന്നു. അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ അത്രയും മനസ്സ്, നേരത്തെ പറഞ്ഞല്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു വികാരം, ആ പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ പാടി. അതെ, അങ്ങനെ ഓഡിയൻസിന്റെ ലൈവായിട്ടുള്ള സ്നേഹം ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഒരാൾ കൂടി. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ നമ്മുടെ ഖത്തറിലെ ഓഡിയൻസിനെ കുറിച്ച് എന്താ പറയാ? ഖത്തറില് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള തരത്തിലാണ്. ഞാനിവിടെ എനിക്കൊന്ന് 8 പ്രാവശ്യം വന്ന് പാടിയിട്ടുണ്ട്. 95 ശേഷം. എൻ്റെ ഫാദറിൻലോ ഇവിടെ നബീന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. 2000 ഇവിടെ വെച്ച് തന്നെ മരിച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിവിടെ വന്ന് പാടിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഗൾഫിലെ ഒരു രാജ്യമൊന്നല്ല, വിദേശത്തുള്ള എല്ലാവരും എനിക്കൊന്ന് നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹവും, കാരണം അവർക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവർ നമ്മളെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ തരുന്നവരാണ്. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. കാരണം
ഇടയ്ക്ക് ഓരോരുത്തർ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ചേട്ടാ ആഴ്ചയിൽ 2 ദിവസം ചേട്ടൻ്റെ പാട്ടുകൾ ഞങ്ങൾ അരമണിക്കൂറല്ല 1 മണിക്കൂർ കേൾക്കുന്നുണ്ടെന്ന്. അപ്പം ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. നാട്ടിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെ 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 തീർച്ചയായിട്ടും. കാരണം പ്രവാസ ലോകത്ത് ഇപ്പൊ കൂടുതലായിട്ട് ഈ പണ്ടത്തെ പാട്ടുകൾ ഇപ്പോൾ മാർക്കോസേട്ടൻ പാടിയ പാട്ടാണെങ്കിലും അല്ലെങ്കിൽ രേണത്തെ പാടിയ പാട്ടാണെങ്കിലും ഒക്കെ പല പാട്ടുകാരും പാടിയ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടുള്ളൊരു വലിയൊരു ആഗ്രഹം ഇവിടെ പ്രവാസ ലോകത്തുള്ളവർക്ക് ഉണ്ട്. അത് നേരിട്ട് അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങളൊക്കെ, അല്ലേ? ഒരുപാട് അയ്യോ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അവര് വീണ്ടും പാടിക്കുന്ന, അതെ 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 അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഞാനും മാർക്കോസേട്ടനും മീഡിയ വണ്ണിന്റെ ഒരു പ്രോഗ്രാമിനും ഞങ്ങള് ഒന്നിച്ച് ഇല്ലേ മാർക്കോസേട്ടൻ വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ ബാലു ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബാലുവിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഗൾഫ് ഷോ ആണ്. ഇതിപ്പോ ഞങ്ങൾക്ക് എന്തെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും ഒരു പാട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് രണ്ട് വരി ഒന്ന് പാടുവാണ്. നാളെ പാടുന്നത് വേണമെന്നുമില്ല, അത് വേണമെന്നില്ല. ഇത് ഞങ്ങൾക്ക് എന്തെന്ന് ഓർത്തിരിക്കാം. നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നാളെ ഞങ്ങളിത് പാടുമെന്ന് വിചാരിച്ചെങ്കിലും വന്നോട്ടെ. അതിന്റെ 4 വരി പാടാം. ഓക്കെ ഓക്കെ ശരി ശരി ശരി. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂമകൾ ഫാത്തിമ പാരിലേ നാരിമാർ ആകയിൽ മാതൃക പാരിലേ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂങ്കരൾ ഫാത്തിമ പാരിലേ നാരിമാർ ആകയിൽ മാതൃക പാരിലേ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷി പൂവിതൾ ഫാത്തിമ. ബാക്കി സസ്പെൻസ് ആണ്. നാളെ വൈകുന്നേരം നമ്മുടെ QNCC-യിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാർക്ക് കൂട്ടുകാർക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. തീർച്ചയായിട്ടും. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല ഞാനല്ല മാർക്കോസേട്ടനെ കൊണ്ട് കിട്ടിയ വീട്ടു മാർക്കോസേട്ടൻ ഞാനാണല്ലോ. അതല്ല, അത് ഞാൻ പറഞ്ഞേട്ടാ നിങ്ങൾക്കും അത് ഇഷ്ടാവും. അത്രയ്ക്ക് ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു അത്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, കന്നിപ്പൂമാനം ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു അതാണ് നമുക്ക് ആ ഒരു പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് പിറകിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യ സിനിമകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്, മലയാള സിനിമയിലേക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് പിറകിലോട്ട് പോകണം. പക്ഷേ ആ പാട്ട് ഇപ്പോഴും വൈറലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞുള്ള സിനിമയിലെ ആദ്യ സിനിമയാണല്ലേ, ആദ്യ പാട്ട്, ആദ്യ സിനിമയിലെ ആദ്യത്തെ പാട്ടാണ്. അതെ അതെ, കേൾക്കാത്ത ശബ്ദത്തിലൂടെയാണ് കേൾപ്പിച്ചത്. ഈ ശബ്ദം കേട്ടു തുടങ്ങിയത് എല്ലാവരും. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. ഓയ്യോ ഗംഭീരം. വീണ്ടും നമ്മൾ ആ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് പോയി. വേറെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റിക്വസ്റ്റ് വന്ന് ഇതിനകത്ത് നിന്ന് തന്നെയാണ്. എനിക്ക് മെസ്സേജ് വന്നതാ കേട്ടോ. മാർക്കോസേട്ടൻ ആ ഒരു പാട്ട് പാടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ചോദിക്കേ. തീർച്ചയായിട്ടും രഞ്ജിത്താണ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ രഞ്ജിത്ത് തന്നെയാണ് പറഞ്ഞത്. രഞ്ജിത്താണ്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടോ ഒന്ന് പാടണമെന്ന് നമ്മുടെ ലിസ്റ്റിലുണ്ട്. കുറച്ചു മുമ്പ് രഞ്ജിത്ത് അയച്ചതാട്ടോ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ ഇറോ
കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവെതിരേറ്റിടാം ആചാര കതിന മുഴക്കിടാം തപ്പോ ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം ഒമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പോ. ഓ ഇനി പുത്തൻ പുതുകാലം വരുമോ അടുത്ത്? അതുകൂടി ഉണ്ടോ? അടുത്ത രഞ്ജിത്തിന്റെ ഇല്ല, റിക്വസ്റ്റ് അത് നാളെ ഉള്ളൂ. അല്ല, ഇന്ന് അത് നാളെ മതി ഇല്ല. അപ്പൊ ഇല്ല അപ്പൊ നാളെ ആരും വരുന്ന ലക്ഷണമില്ല. അപ്പോൾ റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരിക്കൽ കൂടി പറയുകയാണ്, നാളെ വൈകുന്നേരമാണ് QNCC-യിൽ മനോഹരമായ ഇശൽ മുഹല്ലത്ത് എന്ന ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. മാർക്കോസേനും രംഗത്തെയും ലിറാറും ഒക്കെ നമ്മുടെ കൂടെ പാട്ടും പാടി കഥകളൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റ്സിനായിട്ട് നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് പോകാം. അതുമല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട് നമ്പർ കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ടിക്കറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. 77570071 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 77570071 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് ഈ വലിയ പെരുന്നാളിന് എല്ലാം കൊണ്ടും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് നാളെ QNCC-യിൽ നടക്കുന്നത്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഏത് പ്രായക്കാർക്കും അടിച്ചുപൊളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ്. മക്കളൊക്കെ പറയണം കേട്ടോ, കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടീസൊക്കെ പറയണം ഞങ്ങളുടെ മാർക്കോസ് അങ്കിൾ ഞങ്ങളുടെ പ്രേമലുള്ള പാട്ട് പാടും, അത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് പാരന്റ്സിനെ കൊണ്ടുവരണം കേട്ടോ. നാളെ നമുക്ക് പ്രത്യേകം അത് പറഞ്ഞ് ഡാൻസ് ചെയ്യുക. ഫ്രണ്ടില് ഡാൻസ് ചെയ്യിപ്പിക്കൂലേ? ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമുക്ക് എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം QNCC-യിലേക്ക്. തീർച്ചയായിട്ടും എല്ലാവരും നാളെ വരും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു. കാരണം നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ബലം. ഇപ്പോഴും ഈ പ്രായത്തിലും നമുക്ക് പാടാനും അതേപോലെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നുന്നത് നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ അത് ഉണ്ടാവണം. നാളെ നേരിട്ട് വന്ന് തന്നെ അത് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, സ്നേഹപൂർവ്വം എല്ലാവരെയും അങ്ങോട്ട് QNCC-യിലേക്ക് ക്ഷണിക്കുകയാണ്. നേരത്തെ തന്നെ എത്തുക അല്ലേ? ഉറപ്പായിട്ടും. അതെ. ഇനി ലിറാർ വീണ്ടും വീണ്ടും എല്ലാവരെയും സ്നേഹപൂർവ്വം നാളത്തെ നമ്മളെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ലക്ഷദ്വീപ് ഇവിടെയുള്ള ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. നിങ്ങളെയും കൂടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ചെക്കൻ നാളെ പാടാൻ പോകുന്നു, അവിടെ വന്ന് നിങ്ങൾ എല്ലാവരും പറയണം. നമ്മുടെ ഷെരീഫിക്ക് കേൾക്കുന്നുണ്ട് ലക്ഷദ്വീപിലുള്ള ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നാളെ എത്തിച്ചേരുക. ടിക്കറ്റ്സിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 77570071 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. 77570071 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ്സ് ഒന്നും അങ്ങനെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ബിസി ആണെന്നുണ്ടെങ്കിൽ നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് പോവാം. ക്യൂ ടിക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടിക്കറ്റ്സുകൾ സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് നന്ദി. റേഡിയോ മലയാളം 98.6-ലേക്ക് എത്തിയതിൽ, മാർക്കോസേട്ടനെ കാണാൻ കഴിഞ്ഞതിൽ, ഇത്രയും പാട്ടുകൾ കേൾക്കാൻ പറ്റി. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ കാസറ്റിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒക്കെ ദൂരെ നിന്ന് കണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന നിങ്ങളൊക്കെ ഞങ്ങളുടെ തൊട്ടരികിലേക്ക് വരുന്ന ആ ഒരു പാട്ടൊക്കെ ഇത്ത പറഞ്ഞ പോലെ പണ്ടത്തെ ആലാപിലെ ആ ഒരു ഓർമ്മകളൊക്കെ വീണ്ടും പുതുക്കിയെടുത്ത് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്ന നേരിട്ട് ഞങ്ങൾ കേൾക്കുന്നു. ലിറാർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് റേഡിയോ മലയാളത്തിലേക്ക് എത്തിയതിൽ. അപ്പോൾ ഇവരെയൊക്കെ പാട്ടുകൾ കേൾക്കാനും കാണാനും ഒരിക്കൽ കൂടി എല്ലാ റേഡിയോ മലയാളം 98.6-ന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ QNCC-യിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു മാർക്കോസ് ചേട്ടാ. പറയൂ. ഞാൻ കരുതി വേറെന്തോ പാടാനായിട്ട് വന്നായിരിക്കും, വീണ്ടും ഒരു പാട്ട് പാടിയിട്ട്. ഞാൻ എന്തെങ്കിലും ഓർത്ത് മൊബൈലിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിക്കാനോന്ന് അല്ലല്ല, പാട്ടൊക്കെ നാളെ ഉള്ളൂ, ഇനിയില്ല. ഇനി പാട്ടില്ല, ഇനി റെസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഇനി വേറെ ഒന്നും പറയാനില്ല. ടിക്കറ്റ്സുകൾ എടുക്കുക. നാളത്തെ ദിവസം നമുക്ക് ഫാമിലിയോടൊപ്പം തന്നെ ഗംഭീരമാക്കാം ഈ ഒരു പരിപാടി. എന്താന്നറിയോ, ഞാൻ അങ്ങനെ ഒരു സംശയം, കാരണം എപ്പോഴാ കുനിട്ട് എന്നെ സംശയം നമ്മൾ മെസ്സേജ് നോക്കുന്നതാണ്. ഇനി റിക്വസ്റ്റ് വരുന്ന പാട്ടുകളുടെ ഞാൻ വേറെ സംഭവം പറയട്ടെ. റിക്വസ്റ്റ് വീണ്ടും വന്നു. അതേ അവസാനത്തെ ഇത്ത നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അവസാനത്തെ മെസ്സേജ് ഉണ്ടോ, ഇത്ത പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞോ ഇല്ല, എന്താണെന്നറിയോ, നാളെ വരണവര്
നാളെ വന്ന് അവിടെ നിന്ന് കാണണം, അതാ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോ നമ്മുടെ ഹനാൻ ഷാ ഒക്കെ വരുന്നുണ്ട്. ഹനാൻ ഷാ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഏത് ജനറേഷനിലുള്ള ആൾക്കാർക്കും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ രഞ്ജി ചാലക്കുടിയൊക്കെ ഉണ്ട്. കലാഭവൻ മണിയുടെ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രഞ്ജി ചാലക്കുടി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ശ്രുതി ഉണ്ട്, അതേപോലെ ഡയാന ഉണ്ട്. അവരുടെ ഒരു സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് കൂടിയൊക്കെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തുകൊണ്ടും എല്ലാം കൂടി ആഘോഷമാക്കാൻ പറ്റില്ല. ഈ പെരുന്നാൾ, വലിയ പെരുന്നാൾ അതിഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് നാളെ QNCCയിൽ അരങ്ങേറുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ റേഡിയോ മലയാളം 98.6 പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇശൽ മോഹലത്തിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.